മായാമോഹിനിയായി അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആര്യൻ. ഒട്ടും പുറകോട്ട് പോകാതെ അനുമോളും കട്ടയ്ക്ക് കൂടെയുണ്ട്. നമ്മുടെ കിലുക്കത്തിലെ രേവതി ചേച്ചി അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, രേവതി, നമ്മുടെ വട്ട് രേവതി എന്നല്ല, വട്ട് നന്ദിനിക്കുട്ടിയായിട്ട് നമ്മുടെ അനുമോളും തൊട്ട് പിന്നാലെ എന്നൊന്നും പറയത്തില്ല, ആര്യനോട് ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ നോമിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. നോമിനേഷനിൽ ഇത്തവണ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആദില ഈ ആഴ്ചത്തെ എവിക്ഷൻ ഇല്ല. കൂടാതെ നമ്മുടെ നൂറയുടെയും ആര്യൻ്റെയും പേരും ആരും പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും എന്നെ അതിശയിപ്പിച്ചത് സാബുമോനൊക്കെ 2 വോട്ട് മാത്രം, 2 പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സാബുമോനെയൊക്കെ അവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം സാബുമോന് യാതൊരു ഗെയിമും ഇല്ല, ഒന്നുമില്ല എന്ന്. ആകെയുള്ളത് മറ്റേ 5 സ്റ്റാർ ചിരിയ. അതിനു വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ സാബുമോനെ നോമിനേറ്റ് ചെയ്യുമെന്ന്. ഇല്ല, പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നോമിനേഷനിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ആരെങ്കിലും ഒക്കെ എക്സ്ട്രാ പേര് പറയുമെന്ന് വിചാരിച്ചു. ഇല്ല, 2 പേരേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലക്ഷ്മിക്കല്ല, ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. 4 പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നോമിനേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ കാക്ക ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മിയുടെ അമ്മയൊക്കെ ഫാമിലി വീക്കിന്റെ അന്ന് ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ ഓൾറെഡി അക്ബർ കാക്ക സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. വേറൊന്നുമല്ല, ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ഇത്തിരി തെണ്ടിത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി തെണ്ടിത്തരം തന്നെയാണ്. ഈ വരാന്തയിൽ വരെ അവള് പറഞ്ഞ കണക്ക്, മക്കളെ ഞാൻ വീട്ടിലൊന്നും കയറ്റായിരിക്കത്തില്ല അതിലെന്ന് പറയും, നിങ്ങൾക്ക് വീട്ടിലോട്ട് വരാം, സിറ്റ് ഔട്ട് ഇരിക്കാലോ നിങ്ങൾക്ക് എന്നൊരു സാധനം. കുറച്ച് സർക്കസ്റ്റിക് ആയിട്ട് അവർ പറഞ്ഞതാണ്. പക്ഷേ എത്രയൊക്കെ സർക്കസ്റ്റിക് ആണെങ്കിലും ആ ഒരു വിഷയം അന്ന് എടുത്തിടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ആ സ്ത്രീ അന്ന് എടുത്തിട്ടു. അപ്പം അത് അന്ന് ഓൾറെഡി അക്ബർ കാക്ക പറഞ്ഞതാണ്. ആ പറഞ്ഞത് ശരിയായില്ല എന്നത് ഇന്നും അത് കുത്തിപ്പൊക്കി എടുത്തിരുന്ന് സംസാരിക്കുന്ന കണ്ടു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, അമ്മയാണല്ലോ പറഞ്ഞത്, അമ്മയുടെ ഇഷ്ടമാണ്. സത്യമാണ്, അമ്മയുടെ ഇഷ്ടമാണ്. മോള് പറഞ്ഞ കണക്ക് തന്നെ ചെറ്റത്തരം അമ്മയ്ക്കും പറയാം, അതിനകത്തൊന്നും ഒരു കുഴപ്പമോ ഇല്ല. നാണൊന്നും പറയാനൊന്നും വരുന്നില്ല. പക്ഷെ സമ്മതിച്ചു, നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോള് പറഞ്ഞതും അമ്മ പറഞ്ഞതും എല്ലാം എന്താണ് നമുക്കറിയാം. പിന്നെ വീണ്ടും അത് ഈ കുത്തി തുറന്നെടുത്തോണ്ടിരുന്ന് സംസാരിക്കേണ്ട കാര്യം വീണ്ടും അവരെ ജനങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യാൻ ഇട്ട് കൊടുക്കുകയല്ലേ നമ്മുടെ അക്ബർ കാക്ക. പിന്നെ അക്ബർ കാക്ക അത് ചെയ്യും, അത് വേറൊന്നും കൊണ്ടല്ല, അക്ബർ കാക്കയ്ക്ക് കണ്ടന്റ് വേണം. അതിനു വേണ്ടി അക്ബർ കാക്ക ഏത് എക്സ്റ്റെന്റ് വരെയും പോകും. അപ്പൊ ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അക്ബർ കാക്ക ചെയ്തതിനോടും ഇന്നും അത് കുത്തിപ്പൊക്കി കൊണ്ട് വന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ലക്ഷ്മിയുടെ അമ്മയോടും അന്ന് തൊട്ടേ നമുക്ക് വിയോജിപ്പുള്ളതാണ്, പറഞ്ഞും കഴിഞ്ഞതാണ്. പക്ഷെ വീണ്ടും അക്ബർ കാക്കയുടെ ഈ കുത്തിപ്പൊക്കലിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാൻസ് മാരത്തോൺ ടാസ്ക്. പല സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള ടാസ്ക് ആണ്. ബിഗ് ബോസ് പറയുന്നു യജ ഡാൻസ് മാരത്തോൺ ടാസ്ക് ഉണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങൾ റെഡി ആയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ തരും, ഓരോരുത്തർക്ക് ഓരോ പാട്ടും കാണും. പാട്ട് ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടോട്ട് എല്ലാവരും വരിക. എല്ലാവരും വരണ്ട, ആരുടെ പാട്ടാണോ വരുന്നത് അയാൾ വരിക. അതിന്റെ മുമ്പിൽ പ്രകടനം കാഴ്ചവെക്കുക. ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ആ സ്റ്റേജിൽ പ്രകടനം കാഴ്ചവെക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു സംഗതി കൂടെ ഉണ്ട് ഇതിന്റെ പുറകിൽ. അത് വേറൊന്നുമല്ല, ബിഗ് ബോസ് എല്ലാവർക്കും ഓരോ 10 കോയിൻ, ഓരോന്നല്ല 10 കോയിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് ആരാണോ അയാൾക്ക് നിങ്ങൾ കോയിൻ കൊടുക്കുക എന്നൊരു സാധനം ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് ഒരു പ്രത്യേക ഒരു പവറൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പവർ എന്താണെന്നൊന്നും ബിഗ് ബോസ് പറയത്തില്ല. അത് അറിയാലോ ആർക്കാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ച ആൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടിയ പവർ കൊടുക്കും. അല്ലെങ്കിൽ ബിഗ് ബോസ് ചെറിയ എന്തെങ്കിലും പവറൊക്കെ കൊടുത്ത് വിടുവടേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് അതൊക്കെ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് തന്നെ ബിഗ് ബോസ് ഒരു കാരണവശാലും തുടക്കത്തിൽ തന്നെ പറയുന്നില്ല എന്ത് പവറാണ് കിട്ടാൻ പോകുന്നത്. അത് ബിഗ് ബോസിന്റെ ബുദ്ധി, പുള്ളിയുടെ കളി, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇതിനകത്ത് ഈ ഒരു ഡാൻസ് മാരത്തോണിന് വേണ്ടിയിട്ട് നമ്മുടെ വേലായുധനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷാനവാസിനെയാണ്. പിന്നെ അനുമോൾക്കാണ് നമ്മുടെ നന്ദിനി, നമ്മുടെ ഊട്ടിപ്പട്ടണം ആ പാട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഡാൻസ് കളിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ക്യാരക്ടർ പിടിച്ചു തുടങ്ങിക്കോ എന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു. എല്ലാവരും വേഷമൊക്കെ ഇട്ട് ആ ഒരു ക്യാരക്ടറിലോട്ട് കയറി കഴിഞ്ഞു. പിന്നെ അനീഷേട്ടൻ നമ്മുടെ ജോക്കറിലെ കണ്ണീർ മഴയത്ത് ആ ഒരു പാട്ടാണ്, ആ ജോക്കറായിട്ടാണ് അനീഷേട്ടനെ സെറ്റ് ചെയ്ത് ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അനീഷേട്ടൻ മാത്രം ആ ഒരു ക്യാരക്ടറിനകത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഇപ്പോഴും ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടറിലോട്ട് അനീഷേട്ടന് മാത്രം എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു. അനീഷേട്ടൻ വേറൊരു ഗെയിമാണ് കളിക്കുന്നത്. സ്ട്രാറ്റജിക്കൽ മൂവ് അനീഷേട്ടൻ ഇതിനകത്തൊക്കെ എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് നമ്മുടെ ലക്ഷ്മി എടുക്കെ ചെന്നിട്ട്, ലക്ഷ്മി മറ്റേ ഏതായിരുന്നു, കാർത്തുമ്പി അല്ല, ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ഏതായിരുന്നു,
കസ്തൂരി ഈ എൻ്റെ കസ്തൂരി, ആ കസ്തൂരിയാണ് നമ്മുടെ ലക്ഷ്മി. അപ്പൊ ലക്ഷ്മിയെ നൈസായിട്ട് പോയി എന്താണ് ലക്ഷ്മി എൻ്റെ ഡാൻസ് കമ്പനിയിലേക്ക് വരൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കഥകളൊക്കെ അനീഷേട്ടൻ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പുറം നല്ല മാങ്ങാ മരമുണ്ട്, മാങ്ങ പറിച്ച് ഞാൻ തറാം എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അതിനൊക്കെ പകരം ഒരു ജോക്കറായി നിന്നുകൊണ്ട് തമാശകൾ കാണിക്കുക, ഇടയ്ക്കിടയ്ക്ക് വികാരഭരിതനായി കരയുക, എന്തെങ്കിലും ജീവിതത്തിലെ കഥകൾ പറഞ്ഞ് അങ്ങനെയുള്ള സാധനങ്ങൾ അനീഷേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷെ അനീഷേട്ടൻ അങ്ങനെ ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ നൂറ നമ്മുടെ കാർത്തുമ്പി ഉണ്ടല്ലോ, തേന്മാവിൻ കൊമ്പത്തിലെ നൂറ കാർത്തുമ്പിയാണ്. പിന്നെ അക്ബർ മിന്നൽ മുരളിയാണ്. പിന്നെ നമ്മുടെ പട്ടണത്തിൽ ഭൂതമായിട്ട് സാബുമാനാണ്. സാബുമാനും ആ ഒരു ക്യാരക്ടറിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവിടെ ഇന്ന് ആക്ട് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പാട്ടിടുമ്പോൾ മാത്രം പോയി ഡാൻസ് കളിച്ചാൽ മതി. പക്ഷേ ഈ ഒരു വേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേഷത്തിൽ കയറിയപ്പോൾ തൊട്ട് ആ ഒരു ക്യാരക്ടർ അവർ പിടിച്ചു തുടങ്ങണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്മി കസ്തൂരി, ആര്യൻ, മായാമോഹിനി കൊള്ളാം കേട്ടോ. ആര്യനെ ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ വട്ട് കേസ് നന്ദിനിക്കുട്ടിയാണ്, അനുമോളാണ്. അപ്പൊ എന്താണെങ്കിലും അവരുടെയൊക്കെ ആ ക്യാരക്ടറിലേക്ക് എത്തി. അനുമോളൊക്കെ അടിപൊളിയായിട്ട് ക്യാരക്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിന് നെവിൻ എന്തുവായിരുന്നു, ആ നെവിൻ്റെ എന്തായിരുന്നു ഞാൻ മറന്നുപോയി. അപ്പൊ എന്താണെങ്കിലും എല്ലാവർക്കും ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അനീഷേട്ടനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു പുള്ളി എന്തെങ്കിലുമൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചു കൂട്ടും. പക്ഷെ ഒന്നുമില്ല. എന്തോ അനീഷേട്ടൻ അങ്ങനെയുള്ള പരിപാടികളിലേക്കൊന്നും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ജനറൽ നോളജ് വൈസ് ഒക്കെ ആണെങ്കിൽ അനീഷേട്ടൻ പുപ്പുലിയായിട്ട് പൊളിച്ചേനെ. ഇതൊരു നല്ല രസകരമായിട്ടുള്ള ഒരു ടാസ്ക്, അതൊരു ക്യാരക്ടർ കൊടുത്ത് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ ജീവിച്ചു കാണിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാടൊന്നും ഞാൻ ഇത് എക്സ്പെക്ടേഷൻ വെച്ചത് കൊണ്ടായിരിക്കും ഒരുപാടൊന്നും ഒരു പുറത്തേക്ക് ഒരു അനീഷേട്ടന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെ ആര്യനൊക്കെയാണ് കേട്ടോ. ആര്യനൊക്കെ പിന്നെ ഒന്നാമത് ആക്ടറാണ്, പിന്നെ കിട്ടിയ ഇങ്ങനെയുള്ള സാധനം കിട്ടുമ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ സീസണിൽ ഈ ഓപ്പോസിറ്റ് ഇപ്പം എന്താണ് മറ്റേ നൂറേനെ നമ്മുടെ നൂറേന്നാണോ നൂറയോ മറ്റേ അവളെ മറ്റേ എന്തായിരുന്നു അയാളുടെ പേര്, നമ്മുടെ അർജുൻ മറ്റേ ക്യാരക്ടർ മാറി കാണിച്ച സിനിമ ഇതുപോലുള്ളതായിരുന്നു. പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ അർജുൻ ചെയ്ത കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ ഇന്ന് ആര്യൻ കുറച്ച് ഗംഭീരമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അനീഷേട്ടൻ ആ ഒരു ക്യാരക്ടർ കിട്ടിയാണെങ്കിലും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുമോന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ ഇല്ല. കാരണം അനീഷേട്ടൻ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരു ജോക്കറായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിക്കാം, വികാരഭരിതനായി കരയാം, ഇങ്ങനെയുള്ള പല ആ ഒരു സിനിമയിലെ ക്യാരക്ടർ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരു ജോക്കറായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷെ അതിലോട്ടൊന്നും ഇതുവരെയായിട്ട് ഞാൻ ഇപ്പോൾ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും അനീഷേട്ടൻ അങ്ങനെ ആവുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് പരിപാടികളൊക്കെ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.